നിങ്ങളൊരു യൂട്യൂബറാണോ? ആണെങ്കിൽ തന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ മറ്റുള്ള ആൾക്കാരിലേക്ക് റെക്കമെൻഡ് ആകുന്നില്ല എന്ന്? നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന വീഡിയോ മറ്റുള്ളവരിലേക്ക് റെക്കമെൻഡ് ആകുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഈ 2 സെറ്റിംഗ്സ് പ്രോപ്പറായി നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ 2 സെറ്റിംഗ്സ് എങ്ങനെ പ്രോപ്പറായി സെറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ ചാനൽ ഇത് വർക്കൗട്ട് ആകുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നിങ്ങളുടെ വൈ ടി സ്റ്റുഡിയോ ക്രോമിൽ പോയി ഓപ്പൺ ആക്കുക. അപ്പോൾ താഴെ ഒരു സെറ്റിംഗ്സിന്റെ ഐക്കൺ കാണാം, അതങ്ങ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫസ്റ്റ് തന്നെ നമ്മൾ കാണുന്നത് കറൻസിയുടെ സെക്ഷനാണ്. ഇവിടെ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് നിങ്ങൾ അവിടെ ചൂസ് ചെയ്യുക. ഇത് ഇങ്ങനെ ഇടക്കിടക്ക് മാറ്റാതിരിക്കുക. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അവിടെ ഫിക്സ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് ചാനൽ സെക്ഷനിൽ വരുമ്പോൾ ഇവിടെ നിങ്ങളുടെ കൺട്രി എന്തായാലും കൊടുത്തിരിക്കണം. പലരും കൺട്രി കൊടുക്കാറില്ല. നിങ്ങൾ എവിടുന്നാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അത് നിങ്ങൾ അവിടെ കൺട്രിയെ ചൂസ് ചെയ്യണം. ഞാനിപ്പോൾ ഇന്ത്യയിലായതുകൊണ്ട് ഇന്ത്യ. അതിൻ്റെതായ തന്നെ കീവേഡ്സ് എന്ന സെക്ഷൻ കാണാം. അവിടെ നിങ്ങൾ നിങ്ങളുടെ ചാനലുമായി ബന്ധപ്പെട്ട കീവേഡ്സ് എന്തായാലും കൊടുത്തിരിക്കണം. ഞാൻ ഫ്രീ ഫയർ റിലേറ്റഡ് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ട് തന്നെ ഞാനിവിടെ ഫ്രീ ഫയറുമായി ബന്ധപ്പെട്ട കീവേഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ചാനൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഏതാണോ, വ്ളോഗാണോ, ടെക് ആണോ, ടിപ്സ് ആണോ, അത് ഏതാണോ അനുസരിച്ച് നിങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുക. പിന്നെ നിങ്ങളുടെ ചാനൽ നെയിമും മസ്റ്റായിട്ട് ഇവിടെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമുക്കത് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാം ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ്, നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നൊക്കെ. അതിപ്പോൾ നിങ്ങളിപ്പോൾ കുട്ടികൾക്കുള്ള വീഡിയോ ആണെങ്കിൽ നിങ്ങൾ കുട്ടികളെ തന്നെ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് മെയ്ഡ് കിഡ്സ് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ ചൂസ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അതിപ്പോൾ നിങ്ങൾ ഏതാണോ ചെയ്തത് നിങ്ങളത് ചൂസ് ചെയ്യും. ഓക്കെ. പിന്നെ അപ്ലോഡ് ഡിഫോൾട്ട്സ് പോകുമ്പോൾ ഇവിടെ ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ കാണാം. ടൈറ്റിൽ ഇപ്പോൾ നമുക്ക് എന്തായാലും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമാണല്ലോ. പിന്നെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ തന്നെ ആഡ് ആക്കി വെക്കാം. ഞാൻ ഇവിടെ ഫ്രീ ഫയർ എന്നൊക്കെ എഴുതുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങൾ അവിടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ആക്കി വെക്കുക. പിന്നെ ഇവിടെ ടാഗ് കൊടുക്കേണ്ട ഓപ്ഷൻ ഉണ്ട്. അവിടെ ടാഗ് നിങ്ങൾക്ക് ഓൾറെഡി ചൂസ് ചെയ്ത് സേവ് ആക്കി വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങളൊന്ന് ചെയ്ത് വെക്കുക. പിന്നെ വീഡിയോൻ്റെ പബ്ലിസിറ്റി ഉണ്ട്. അതിപ്പോൾ പ്രൈവറ്റ് ആണോ അൺലിസ്റ്റഡ് ആണോ അതൊക്കെ നിങ്ങളുടെ ചൂസ്. മിനിമം പ്രൈവറ്റ് ആക്കിയിട്ട് പബ്ലിക് ആക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കുവാണെങ്കിൽ വൈ ടി സ്റ്റുഡിയോ ആപ്പ് നിങ്ങളുടെ മൊബൈൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് റൈറ്റ് സൈഡ് മുകളിൽ നിങ്ങളുടെ പ്രൊഫൈൽ കാണാം. അത് ടാപ്പ് ചെയ്താൽ ഒരു പെൻസിലിൻ്റെ ഐക്കൺ കാണാം. അതപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യൂ. ഓക്കെ. അതിനുശേഷം നിങ്ങളുടെ ചാനലുമായി ബന്ധപ്പെട്ട് കുറച്ച് സെറ്റിംഗ്സ് കാണാം. അവിടെ ഏറ്റവും താഴെ നിങ്ങൾക്ക് ഹോം ടാബ് എന്നൊരു സെക്ഷൻ കാണാം. ഓക്കെ. അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അന്നേരം പലരുടെയും ഹോം ടാബും ഫോറും എല്ലാം ഓഫ് ആയിരിക്കും. അത് നിങ്ങൾ മാക്സിമം ഒന്ന് ഓൺ ആക്കുക. അത് ഓഫ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് ഓൺ ആക്കി ഇടുക. രണ്ടും ഓൺ ആക്കി ഇടുമ്പോൾ നമുക്ക് വേറെ കുറച്ച് ഫ്യൂച്ചറും കൂടി എനേബിൾ ആയി കിട്ടും. ഫോർ യുവിൻ്റെ താഴെ ഒരു മോർ സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. അപ്പോൾ നേരെ പോയിട്ട് നിങ്ങൾ ആ മോർ സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഏതൊക്കെ റെക്കമെൻഡ് ചെയ്യണമെന്ന്. ഞാനിവിടെ വീഡിയോ, ഷോർട്സ്, ലൈവ് സ്ട്രീം, പിന്നെ അതിൻ്റെ താഴെ കാണാം ഓൾ കണ്ടന്റ് അല്ലെങ്കിൽ റീസെൻറ്റ് കണ്ടന്റ് ഓൺലി. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ യുക്തിപൂർവ്വം നിങ്ങൾ ചിന്തിച്ച് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഓൾ കണ്ടന്റ് ആണ് കൊടുത്ത് സേവ് അടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്ര കാര്യമായിട്ട് നിങ്ങളുടെ ചാനൽ ഈ 2 കാര്യങ്ങൾ ചെയ്തില്ല. നിങ്ങൾ ഇപ്പം തന്നെ ഓടിപ്പോയി ഈ 2 കാര്യം ഒന്ന് അവിടെ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നെക്സ്റ്റ് യൂട്യൂബ് ചാനൽ ഗ്രോത്തിങ്ങുമായി ബന്ധപ്പെട്ട് എന്ത് കണ്ടന്റ് വേണമെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക.